കൊട്ടാരക്കരയിലെ NDA സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അഖിൽ മാരാർ NDAയുടെ ഭാഗമായ 2020-ൽ എത്തി അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ രശ്മി കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേർന്ന് സ്ഥാനാർത്ഥിയാകും എന്നൊക്കെ പറയുന്നു. എന്തായാലും കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് റിപ്പോർട്ടറിനോടൊപ്പം ചേരുകയാണ്. ശരിക്കും ഈ സീറ്റ് 2020-ക്ക് വിട്ട് നൽകിയിട്ടുണ്ടോ അതോ ഇപ്പോഴും BJP തന്നെയാണോ? അല്ല, BJP ആണ് ഈ സീറ്റിൽ നിലവിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2020-ലേക്ക് അഖിൽമാരാർ അടക്കമുള്ളവർ വന്നിട്ടുണ്ട്. പക്ഷേ പാർട്ടിയുടെ സംസ്ഥാന ഘടകമാണ് ആരാണ് സ്ഥാനാർത്ഥിയാകേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. നിലവിൽ സീറ്റ് BJP തന്നെയാണ്. BJP ആണ്. കഴിഞ്ഞ പ്രാവശ്യവും നിലവിലെ BJP ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന വൈക്കൽ സോമനാണ് മത്സരിച്ചിരുന്നത്. ഏതാണ്ട് 21,000 വോട്ടുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇപ്പോൾ ആ രീതിയിൽ തന്നെയാണ് BJP രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വലിയ അടിത്തറയുള്ളൊരു മണ്ഡലമാണ്. ഇതൊരു ഘടകകക്ഷിക്ക് വിട്ടുകൊടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ? ഇല്ല, പാർട്ടി തീരുമാനിക്കുന്ന ആരായാലും അവർ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയെ സംബന്ധിച്ച് ഏതാണ്ട് 36,000 വോട്ടുകൾ കിട്ടി. ഒരു പഞ്ചായത്ത് ഭരണം, നെടുവത്തൂർ പഞ്ചായത്ത് നമ്മൾ BJP ആണ് ഭരിക്കുന്നത്. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി നിലവിൽ നമുക്ക് 5 മെമ്പർമാരുണ്ട്. അങ്ങനെ എല്ലാ പഞ്ചായത്തുകളിലും നമുക്ക് നമ്മുടേതായ ജനപ്രതിനിധികൾ ഉണ്ട്. ഒരു വലിയ മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ അഖിൽമാരാർ എന്ന് പറയുമ്പോൾ അദ്ദേഹം കൊട്ടാരക്കരക്കാരനാണ്. കേവലം ഒരു ബിഗ് ബോസ് താരം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് കൊട്ടാരക്കരയിൽ വലിയ സ്വാധീനമുണ്ട്. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ നിലവിൽ ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് പറയുന്നു. 2020-ക്ക് ഈ സീറ്റ് നൽകുകയും അഖിൽമാരാർ മത്സരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വിജയത്തെ സ്വാധീനിക്കും. എന്താണ് തോന്നുന്നത്? അല്ല, നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ട് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ നമുക്കൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും വരുന്നതനുസരിച്ച് നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കും. അത് അഖിൽമാരല്ല ആരായാലും. കാരണം കൊട്ടാരക്കര അത്രയ്ക്ക് BJPക്ക് നല്ലൊരു സംഘടന ശക്തിയുള്ളൊരു മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ പ്രവർത്തകരായാലും താഴെ തട്ടിൽ വരെ നമുക്ക് പ്രവർത്തനം എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പാർട്ടി നിശ്ചയിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയും സ്വീകരിക്കുക, അവർക്ക് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് പാർട്ടി തീരുമാനിച്ചനുസരിച്ച് മുന്നണിയിലെ മറ്റു കക്ഷിയാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യും. അതെ, തീർച്ചയായിട്ടും. പാർട്ടി ഘടകം എന്ന് തീരുമാനിക്കുന്നു അത് അനുസരിക്കുക എന്നുള്ളതാണ്. അത് ആരെ വന്നാലും നമ്മൾ അദ്ദേഹത്തെ സ്വീകരിക്കും, സന്തോഷത്തോടെ അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്യും. ഈ കഴിഞ്ഞ തവണ കോൺഗ്രസിലെ രശ്മി ആയിരുന്നു ബാലഗോപാൽ മിനിസ്റ്റർക്കെതിരെ ഇവിടെ മത്സരിച്ചത് UDFന്റെ ഭാഗമായിട്ട്. അവരെ BJPയുടെ ഭാഗമാക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നു എന്ന വാർത്തകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചർച്ച നടത്തിയിരുന്നു അവരുമായിട്ട്. അല്ല, രശ്മിയുടെ ഇങ്ങനെ അഭിപ്രായം ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് വ്യക്തമായി അവർ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ ചില കാര്യങ്ങൾ സംസാരിക്കണം, മുതിർന്ന കാര്യകർത്താക്കളും ഒക്കെ സംസാരിച്ചതിന് ശേഷം മറുപടി പറയാമെന്നായിരുന്നു കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു അവരെ കോൺടാക്ട് ചെയ്തത്. പിന്നെ അതിനുശേഷം നമ്മൾ അത്ര തരത്തിലുള്ളൊരു ചർച്ചയ്ക്ക് പോയിട്ടില്ല. പറയാമെന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. പിന്നീട് കോൺഗ്രസിൻ്റെ എനിക്ക് തോന്നുന്നു അവർ കൂടുതൽ അവരോട് സംസാരിച്ചതിന് ശേഷം എന്തെങ്കിലും തീരുമാനമായി കാണും. രശ്മി വരാൻ സാധ്യതയുണ്ടോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? അറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. എന്തായാലും നിലവിൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് നമ്മൾ ഒരു ചർച്ചയും നടത്തിയിട്ടുള്ള ഒരു തീരുമാനം നമുക്കില്ല. അല്ല, പാർട്ടിയുടെ സംസ്ഥാന ഘടകം എല്ലാ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലും ആര് സ്ഥാനാർത്ഥിയാകണം എന്നുള്ള രീതിയിൽ ചർച്ച, അതായത് പാർട്ടിയുടെ നിയോജക മണ്ഡലം കോർ ടീം അംഗങ്ങളുമായിട്ടൊരു ചർച്ച നടത്തിയിരുന്നു. കൊല്ലത്തും അതേ തരത്തിലുള്ള ചർച്ചയാണ്. അപ്പം ആ മണ്ഡലം കോർ ടീം അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് ആരാകണം എന്നതിനെക്കുറിച്ചൊരു പേരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവരാകാം, ആകാതിരിക്കാം, അത് നമുക്കറിയില്ല. പാർട്ടി സംസ്ഥാന ഘടകമാണ് ആരാണ് തീരുമാനിക്കുന്നത്. എന്തായാലും നിലവിൽ മണ്ഡലം BJPയുടെയാണ്. അഖിൽമാർ ഉൾപ്പെടെയുള്ള പേരൊന്നും നമ്മുടെ പട്ടികയിൽ നിലവിലില്ല. അല്ല, നമ്മുടെ പട്ടികയിലില്ല, നിലവിലില്ല. അപ്പോൾ അവിടുന്ന് കൊടുത്ത പട്ടികയിൽ അഖിൽമാരാറിൻ്റെ പേരില്ല. എന്തായാലും മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഔദ്യോഗികമായി ഇതൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. പ്രാദേശിക തലത്തിൽ നിന്നൊരു പട്ടിക ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചയല്ല പാർട്ടിക്കുള്ളിൽ ഉള്ളതെന്നാണ് ഈ ജില്ലയുടെ അധ്യക്ഷ എന്തായാലും റിപ്പോർട്ടർ TVയോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ, കൊല്ലം.